ഗുഡ് മോർണിംഗ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയ സ്നേഹിതരെ, ഇന്നലെ നമ്മൾ പഠിച്ച വചനം ഓർക്കുന്നുണ്ടോ? ഇന്നലെ പഠിച്ചത് ജെറമിയ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം 29-ാം വചനമായിരുന്നു. എൻ്റെ വചനം അഗ്നി പോലെയാണ്, പാറയെ തകർക്കുന്ന കൂടം പോലെയല്ലേ എന്നൊക്കെ കർത്താവ് ചോദിക്കുന്ന ചോദ്യം നമ്മുടെ ഉള്ളിലുള്ള വേണ്ടതും വേണ്ടാത്തതുമായ എല്ലാം തകർത്ത് നമ്മെ ശുദ്ധീകരിക്കുന്ന, ദൈവത്തിന് ഉതകുന്ന ഒരു വ്യക്തിയായി മാറുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് നാം പഠിക്കുന്നത് യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനമാണ്. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 1-ാം അധ്യായം 21-ാം വാക്യം, ദ ലെറ്റർ ഓഫ് സെയിൻറ്റ് ജെയിംസ് ചാപ്റ്റർ 1 വേഴ്സ് 21. അതിങ്ങനെയാണ് പറയുന്നത്: ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുന്നു. ഇച്ചിരി ഒരു ലെങ്തിയായ വചനമാണ്. ലെങ്തിയാണെന്ന് പറയാൻ പറ്റില്ല, മനസ്സ് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവിൻ. Therefore rid yourselves of all sordidness and rank growth of wickedness, and welcome with meekness. വിനയപൂർവ്വം നീ സ്വീകരിക്കുക. എന്ത്? The implanted word that has the power to save your souls. നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിയുന്ന വചനം, നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന വചനത്തെ വിനയപൂർവ്വം സ്വീകരിച്ച് നമ്മുടെ ഉള്ളിൽ നിന്ന് എല്ലാ അശുദ്ധിയും നമ്മൾ ഉപേക്ഷിക്കുക. നമ്മുടെ ജീവിതം കഥ പറയുന്നില്ലേ, അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് നമ്മളൊക്കെ വിളിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ തിന്മയിൽ ജീവിക്കാനല്ല, നന്മയിൽ ജീവിക്കാനാണ്. നമ്മുടെയൊക്കെ മുഖം ദൂതന്മാരുടേതുപോലെ വെട്ടിത്തിളങ്ങണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ നന്മയുണ്ടാകണം, നമ്മുടെ ഉള്ളിൽ വിശുദ്ധി ഉണ്ടാകണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സന്തോഷത്തോടെ ഈ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റ് ആദ്യത്തെ പ്രാർത്ഥന, കർത്താവേ നിൻ്റെ മുമ്പിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം എനിക്ക് എത്രമാത്രം നന്മ ചെയ്യാൻ പറ്റും, എനിക്ക് എത്രമാത്രം വിശുദ്ധിയോടെ ജീവിക്കാൻ പറ്റും, എല്ലാ തിന്മയും എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു നന്മയുള്ള ജീവിതം നയിക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഒരു അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.